ഒമാൻ തീരത്തുകൂടി ആയാലും ഇറാൻ ഒമാൻ ഷെയർ ചെയ്യുന്ന വാട്ടർ വേയിലൂടെ ആയാലും ഞങ്ങളുടെ താല്പര്യങ്ങൾ സ്വസ്ഥമല്ലെങ്കിൽ ഞങ്ങൾ കപ്പൽ ആക്രമിക്കും. ഇപ്പോഴത്തെ ഈ സംഘർഷത്തിൻ്റെ കാരണം അതാണ്. കപ്പൽ കടത്തിവിടാൻ ശ്രമിക്കുന്നു. ഇറാൻ്റെ ക്ലിയറൻസ് ഇല്ലാതെ, അനുമതി ഇല്ലാതെ അത്തരം കപ്പലുകളെ ഇറാൻ ആക്രമിക്കുന്നു. ആരുടെ കപ്പലുകളെ അടക്കം? ഖത്തറിൻ്റെ ഫ്ലാഗുള്ള കപ്പലിനടക്കം ആക്രമിക്കുന്നു. എന്ന് വെച്ചാൽ ടോട്ടൽ കൺട്രോൾ ഞങ്ങളുടെ കയ്യിലാണ് എന്ന് അവർ ആവർത്തിച്ച് പറയാണ്. ആ കൺട്രോൾ ഞങ്ങൾ വിടാൻ പോകുന്നു എന്നൊരു സന്ദേശം കൊടുക്കേണ്ടി വന്നാൽ അതിൻ്റെ അർത്ഥം ഹോർമുസിൻ്റെ നിയന്ത്രണം വിടുക എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലൊരു സാധനം ഇരിക്കുന്നു, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ അതിജീവനം ഇരിക്കെ അതിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് നമ്മളെ വിടുവിപ്പിക്കുന്ന പരിപാടിയാണ് അമേരിക്കയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നടക്കില്ലെന്ന് അവർ പറഞ്ഞതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ കാണുന്ന ഈ സംഘർഷം. അല്ലെങ്കിൽ അമേരിക്കയും ആഗ്രഹിക്കുന്നില്ല എന്ത് ഈ സംഘർഷം ഇപ്പോൾ. കാരണം നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയ്ക്ക് ലോകത്തിൻ്റെ പിന്തുണ നഷ്ടപ്പെടുന്നു, ലോകത്താകമാനം സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുന്നു, അമേരിക്കയിൽ മിഡ്-ടൈം ഇലക്ഷൻ വരാൻ പോകുന്നു, അമേരിക്കയുടെ പൈസ ചിലവാകുന്നു, കുറേ അധികം ഫാക്ടേഴ്സിനകത്തുണ്ട്. പക്ഷേ അമേരിക്ക ഈ ഇപ്പോഴത്തെ ഈ ആക്രമണത്തിന് മുതിരാനുള്ള കാരണം ഹോർമുസിൽ ഇറാൻ പിന്നെയും അവരുടെ നിയന്ത്രണം കടുപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിന് പകരമായി അമേരിക്ക ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ പ്ലാനും പൊളിയുന്നതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രൊവോക്കേഷൻ എന്ന് പറയുന്ന സംഗതി. അപ്പോൾ അത് പരിഹരിക്കണമെങ്കിൽ ആത്യന്തികമായ യുദ്ധത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. അല്ലാതെ ഈ യുദ്ധം നിലനിർത്തിക്കൊണ്ടും ഇറാനെ നശിപ്പിച്ചുകൊണ്ടും ഇറാൻ്റെ ലീഡർഷിപ്പിനെ കൊന്നുകൊണ്ടും ഇറാനിൽ ആകമാനമുള്ള വൈദ്യുതിയും പാലങ്ങളും എല്ലാം തകർത്തുകൊണ്ടും എന്നിട്ട് ഹോർമുസിൻ്റെ പ്രശ്നം മാത്രം സെറ്റിൽ ചെയ്യാം എന്നത് നടപ്പുള്ള കാര്യമല്ല. ഇറാൻ്റെ പ്രശ്നം മൊത്തത്തിൽ സെറ്റിൽ ചെയ്യാതെ ഹോർമുസ് മാത്രമായി സെറ്റിൽ ചെയ്യാൻ ആരൊക്കെ ശ്രമിച്ചാലും, അത് ഞാൻ പറഞ്ഞ GCC രാജ്യങ്ങൾ, ഒമാൻ അല്ലെങ്കിൽ ഖത്തർ അടക്കമുള്ള UAE അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ഇതിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പലതരത്തിൽ ശ്രമിക്കുന്നുണ്ട്, വളരെ വിസിബിളായും ശ്രമിക്കുന്നുണ്ട്, അല്ലാതെയും അവർ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരം പരിഹാര ശ്രമങ്ങൾ അതിൻ്റെ വിജയത്തിൽ എത്തണമെങ്കിൽ ആത്യന്തികമായി ആ മേഖലയിൽ സമാധാനം വരണം. അല്ലാതെ ഹോർമുസിൻ്റെ കാര്യത്തിൽ ഒരു പ്ലാൻ ഉണ്ടാക്കാം, ഇറാൻ്റെ കാര്യത്തിലുള്ള ഉപരോധം അവിടെ നിൽക്കട്ടെ, ഇറാൻ്റെ ലീഡേഴ്സിനെ കൊന്ന കാര്യം അവിടെ നിൽക്കട്ടെ, ഇറാൻ്റെ റീബിൽഡിംഗ് എന്ന് പറഞ്ഞ പരിപാടി അവിടെ നിൽക്കട്ടെ എന്നത് പോസിബിൾ, അല്ലെങ്കിൽ ഇറാൻ്റെ ഫോറിൻ അസറ്റ്സ് ഫ്രോസൺ അസറ്റ്സിൻ്റെ കാര്യത്തിൽ ഉള്ള പ്രശ്നം അവിടെ നിൽക്കട്ടെ, ഇതെങ്ങനെയും സെറ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചാണെങ്കിൽ നടക്കില്ല. കാരണം ഇത് അവരുടെ വജ്രായുധമാണ്, അതിൽ അവർ കോംപ്രമൈസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഉണ്ടാവേണ്ട ഒരു സംഗതി ലോകത്തിൻ്റെ ഒരു സമ്മർദ്ദം ഉണ്ടാവുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ്റെ സമ്മർദ്ദം ഉണ്ടാവുക, GCC രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദം ഉണ്ടാവുക, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ട രാജ്യങ്ങളാണ്. കാരണം ഇന്ത്യയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഏരിയ ആയിട്ടുള്ള രാജ്യങ്ങളിലൊന്ന്. നമ്മളുടെ പെട്രോളിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഗ്യാസിൻ്റെ ക്ഷാമത്തിൽ നമ്മൾ ഇന്ന് രക്ഷപ്പെട്ട് വന്നിട്ടേ ഉള്ളൂ. അതെല്ലാം വീണ്ടും തകരാറിലാക്കാൻ തരത്തിലുള്ള യുദ്ധവികാസം സംഭവിക്കുകയാണ്. ഇന്ത്യയുടെ ഒരുപാട് സാമ്പത്തികമായ ഇൻട്രസ്റ്റ് പോലും ഇറാനിലുണ്ടെന്ന് നോക്കണം. സോ എനിക്ക് തോന്നുന്നു അന്താരാഷ്ട്ര സമൂഹം ഈ പ്രശ്നത്തിൽ ആത്യന്തികമായി പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഗസയുടെ വിഷയത്തിൽ എല്ലാവർക്കും അത്രയും താല്പര്യം ഉണ്ടായില്ല. കാരണം ഗസയിൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ഏതെങ്കിലും തരത്തിൽ ലോകത്തിൻ്റെ എക്കണോമിയെ ബാധിച്ചിരുന്നില്ല. പക്ഷേ ഇത് യൂറോപ്യൻ യൂണിയൻ്റെ എക്കണോമിയെ ബാധിക്കുകയാണ്, ഗൾഫിൻ്റെ എക്കണോമിയെ ബാധിക്കുകയാണ്, ഇന്ത്യയുടെ അടക്കമുള്ള രാജ്യങ്ങളുടെ എക്കണോമിയെ ബാധിക്കുകയാണ്. എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങളെ ബാധിക്കുമ്പോഴാണ് എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാവുക. അല്ലെങ്കിൽ ആളുകൾക്ക് ഇത് പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. ഇപ്പം തന്നെ ഈ യുദ്ധം വികസിക്കാൻ പോവുകയാണെങ്കിൽ ഇപ്പം നേരത്തെ സിഗേഷ് പറഞ്ഞ പോലെ റഷ്യ അവരുടെ ഡൂംസ് ഡേ വിമാനം അയക്കുന്നു എന്ന് വെച്ചാൽ അതൊരു ഭയങ്കര യുദ്ധ സന്ദേശവും കൂടിയാണ്. നിങ്ങൾ യുക്രൈനിൽ വന്ന് യുക്രൈനെ സഹായിച്ച് ഞങ്ങളെ ആക്രമിക്കുന്നു, ഞങ്ങൾ ഇറാനുമായിട്ടൊരു സഹകരണത്തിൻ്റെ പാതയിലാണെന്ന് സന്ദേശം കൊടുക്കലാണ്. അത് യുദ്ധത്തിനെ കൂടുതൽ വഷളാക്കാനാണ് സഹായിക്കുക. അങ്ങനെ വഷളായുള്ള കുഴപ്പം യുദ്ധം എന്ന് പറയുമ്പോൾ ബോംബ് വീഴുക, കെട്ടിടങ്ങൾ തകരുക, ആളുകൾ കൊല്ലപ്പെടുക എന്നതിനപ്പുറത്തേക്ക് അത് ഉണ്ടാക്കാൻ പോകുന്ന ജിയോ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവരെയും വ്യക്തിപരമായി നമ്മളെ ഓരോരുത്തരെയും ബാധിക്കാൻ പോകുന്ന സംഗതിയായിരിക്കും, ഓരോ രാജ്യങ്ങളുടെയും അതിജീവനത്തെ ബാധിക്കാൻ പോകുന്ന സംഗതിയായിരിക്കും. അത് പരിഹരിക്കാൻ ലോകത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അമേരിക്ക ഒറ്റയ്ക്ക് ഈ പ്രശ്നം പരിഹരിക്കുന്നോ, ഇസ്രായേൽ നിർത്തുമെന്ന് നമുക്ക് വിചാരിക്കാൻ നിവൃത്തിയില്ല. ഇത് ബാധിക്കുന്ന മനുഷ്യരും രാഷ്ട്രങ്ങളും അതിൻ്റെ നേതാക്കളും ഇടപെട്ടാലല്ലാതെ ഈ പ്രശ്നം തീരില്ല. തീർക്കണമെങ്കിൽ ഇറാനെ ഒരു രാജ്യമായി അംഗീകരിക്കുകയും ആ രാജ്യത്തിൻ്റെ സോവറിറ്റി പ്രധാനമാണെന്നും ആ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം പ്രധാനമാണെന്നും അംഗീകരിച്ചുകൊണ്ട് തീർപ്പുണ്ടാക്കണം. അല്ലാതെ ഇറാൻ എങ്ങനെയെങ്കിലും മുടിഞ്ഞോട്ടെ, നമുക്കെങ്കിലും ഹോർമുസ് തുറന്ന് കിട്ടിയാൽ മതി എന്നാണ് ഇവരെല്ലാം വിചാരിക്കുന്നതെങ്കിൽ അതൊരു തീർപ്പിൻ്റെ വഴിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല.